അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് മുട്ടവട. മുട്ട കൊണ്ട് നമ്മൾ പലതരത്തിൽ പല വിഭവങ്ങളും പല സ്നാക്സും ഉണ്ടാക്കുന്നുണ്ട്. മുട്ട കട്ട്ലറ്റ്, മുട്ട പക്കുവട, അങ്ങനെ പലതും. ഇത് കട്ട്ലറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു വടയാണ്. അതിന് ആവശ്യമായ ചേരുവകളെല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങി നെടുകെ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. കാബേജ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പൊടിയായി അരിയണം. പിന്നെ ഉള്ളിയും ചെറുതായി മുറിക്കണം. പിന്നെ പച്ചമുളക് ചെറുതായി മുറിച്ചത്, കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞെടുക്കണം. പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി മുറിക്കണം. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായാൽ നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം. ഇഞ്ചി ഒന്ന് ചെറുതായി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് മസാലകൾ ചേർത്ത് വാട്ടിയെടുക്കണം. ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം വിട്ടുപോയി. 2 വലിയ ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെക്കണം. ഇതിൽ ചേർത്ത് കുഴക്കാനാണ്. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി വാട്ടിയെടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. നന്നായി വാടിക്കഴിഞ്ഞ ശേഷം കാബേജ് ചേർക്കുക. ഉള്ളി നന്നായി വാടിക്കഴിഞ്ഞ ശേഷം മാത്രമേ കാബേജ് ചേർക്കാവൂ. ഇനി ഇളക്കി കാബേജ് ഒന്ന് വാട്ടി വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്. വെന്ത് വരുമ്പോൾ കാബേജിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. ആ ഒരു നനവിൽ തന്നെ കാബേജ് വെന്ത് കിട്ടും. കാബേജിന് അത്ര വലിയൊരു വേവൊന്നുമില്ല, പെട്ടെന്ന് വേവും. ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായി ഇളക്കി കാബേജ് ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെള്ളമെല്ലാം ഒന്ന് വറ്റി ഒന്ന് സോഫ്റ്റായിട്ടുണ്ട്. കാബേജ് കുക്കായിട്ടുണ്ടാവും. കുറച്ചുകൂടെ ആവാനുണ്ട്, ഒന്നുകൂടെ സോഫ്റ്റ് ആവാനുണ്ട്. നമുക്ക് കുറച്ച് സമയം കൂടി, ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ ചെറിയ തീയിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ശരിയായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയാൽ നമുക്ക് പുഴുങ്ങി പൊടിച്ച ഉരുളക്കിഴങ്ങിനെയും കൂടി ചേർത്ത് കൂട്ടിക്കുഴക്കണം. നന്നായി ചേർത്ത് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ക്രംസ് കൂട്ടിക്കുഴക്കണം. അത് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുറച്ച് അയഞ്ഞിട്ടുണ്ടാവുക, കുറച്ച് ലൂസായിരിക്കും. ഒന്ന് മുറുകി കിട്ടാനാണ്. ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ റസ്ക് പൊടി അതാണ് ചേർക്കേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇത് രണ്ടുമില്ല. ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ കാരണം ഇതൊന്നും കിട്ടാനുള്ള ഒരു സാഹചര്യമല്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ബ്രെഡ് ഉണ്ടായിരുന്നു, അത് പൊടിച്ചിട്ട് ഇതിൽ ചേർത്ത് കുഴക്കുന്നു. ഇത് ചേർക്കുന്നത് കയ്യിൽ ഒട്ടാതിരിക്കാനും ഇതൊന്ന് കൂട്ടൊന്ന് മുറുകി കിട്ടാനുമാണ്. ഈ കുഴച്ച് വെച്ച കൂട്ട് നമുക്ക് ഉരുട്ടിയെടുത്ത് അതിനകത്ത് നമ്മൾ മുറിച്ച് വെച്ച മുട്ട പീസ് ഇതിനകത്ത് വെച്ച്, ഒരു മുട്ടയുടെ ഷേപ്പിൽ തന്നെയാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. മുട്ട നടുക്ക് വെച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇനി മുട്ട റൗണ്ടായിട്ട് മുറിക്കുകയാണെങ്കിൽ നമുക്ക് റൗണ്ടായിട്ട് ഉരുട്ടിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. ഞാനെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുക്കി വറുത്തെടുക്കണം. സാധാരണയായി മുട്ട അടിച്ചതിന് മുക്കിയിട്ടാണ് ബ്രെഡ് ക്രംസ് പൊതിഞ്ഞ് വറുത്തെടുക്കാറ്. ഞാൻ ചെയ്യുന്നത്, സാധാരണയായി ഞാൻ കട്ട്ലറ്റെല്ലാം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് മൈദയും ഒരു 1/4 ഭാഗം മൈദയും ഒരു 1/4 ഭാഗം കോൺഫ്ലവറും കൂട്ടി ചേർത്ത് കലക്കി, ഇതിനുള്ള ഉപ്പും വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ലൂസായിട്ട് കലക്കണം. എന്നിട്ട് ഇതിൽ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞാണ് ഞാൻ വറുക്കാറ്. അതേപോലെ തന്നെയാണ് ഞാൻ ഇതും ചെയ്യുന്നത്. നമ്മൾ മുട്ട അടിച്ചതിലാണ് മുക്കി ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ നമ്മൾ വറുക്കുമ്പോൾ എണ്ണയിൽ വല്ലാണ്ട് പത വരും. അതൊഴിവാക്കാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതും നല്ല ക്രിസ്പി ആയിരിക്കും.
കോൺഫ്ലവറും മൈദയെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ എല്ലാം ഇങ്ങനെ മുക്കിയെടുത്ത് കോൺഫ്ലവറും മൈദയും കലക്കിയിൽ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് എല്ലാ ഭാഗവും ഒരുപോലെ ഇത് പൊതിഞ്ഞെടുക്കണം, ഇല്ലെങ്കിൽ എണ്ണയിലേക്ക് പുറത്ത് വരും നമ്മുടെ കൂട്ട്. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. എണ്ണ ചൂടായാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ചേർത്ത് നല്ല ചുവക്കെ ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാം. നല്ല ചുവക്കെ വറുത്തെടുത്തിട്ട് നമുക്കത് കോരിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടണമെങ്കിൽ നമ്മുടെ ഈ കൂട്ടിൽ കുറച്ച് ചിക്കൻ വേവിച്ച് പൊടിച്ച് കൂട്ടിക്കുഴച്ചാൽ മതി, അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാവും. ഇതിപ്പോൾ വെജിറ്റബിളും മുട്ടയും മാത്രമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബും ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത റെസിപ്പിയുമായിട്ട് വരാം. എല്ലാവർക്കും താങ്ക്സ്.